ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ്. പൊട്ടറ്റോ ചിപ്സാണ് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇത് നിങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണ്. ഇത് സ്പൈസി പൊട്ടറ്റോ ചിപ്സാണ്. അപ്പോൾ സ്പൈസസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇതിൽ വരുന്നുള്ളൂ. നിങ്ങളപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ പൊട്ടറ്റോ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വളരെ നൈസായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇത്രയും തിന്നായിട്ട് വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കട്ടി കൂടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇനിയൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാൻ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതെ ഇട്ട് കൊടുത്തോളൂ. ഇപ്പം നമ്മൾ ഒരു സെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിൽ നിന്ന് വറുത്ത് കോരിയെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൊട്ടറ്റോയും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കിഡ്സിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഉപ്പ് മാത്രം ചേർത്ത് പൊട്ടറ്റോ നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള സ്പൈസി പൊട്ടറ്റോ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. വളരെ ടേസ്റ്റുള്ളതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മുളക് പൊടി ഇടുന്ന ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ മതി. വളരെ ടേസ്റ്റുള്ളതാണ്. കുട്ടികൾക്കും കൊടുക്കാൻ പറ്റാവുന്നതാണ്. 4 മണിയൊക്കെ നമ്മൾ കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.